പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ ഒരു ടെൻഡൻ യൂസ് ചെയ്തിട്ട് അതൊരു കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ, എക്സ്റ്റേണൽ ലോഡ് വരുന്നതിൻ്റെ മുന്നേ അതിലൊരു ഓൾറെഡി ഒരു കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ടെൻഡൻസി യൂസ് ചെയ്തിട്ട്. അതിനുശേഷം എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് അവിടേക്ക് ഒരു ടെൻസൈൽ സ്ട്രെസ്സും കൂടി വരും. ഇങ്ങനെ വരുന്ന കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും കൂടി ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദി പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഈസ് ദാറ്റ് compressive stress induced by high strength steel tendon in the concrete member before loads are applied will balance the tensile stresses imposed in the member during service. അതാണ് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീ ടെൻഷനിങ് ആവാം, അല്ലെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ് ആവാം. പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഈ ഒരു ടെൻഡനെ നമ്മൾ എൻകറേജ് ചെയ്ത് വെക്കും. ഹൈഡ്രോളിക് ജാക്കും അതുപോലെ ആൻകറേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹൈ ടെൻസൈലിൽ വലിച്ചു പിടിച്ച് നിൽക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, കാസ്റ്റ് ചെയ്യുക. അപ്പോൾ മുൻകൂട്ടി നമ്മൾ ഈ ടെൻഡനെ വലിച്ചു പിടിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. നമ്മൾ കോൺക്രീറ്റിൻ്റെ ബീമാണോ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രക്ചർ നമ്മൾ കാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഈ സ്ട്രക്ചർ സഫീഷ്യൻറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുന്നത്. അതിനെ വലിച്ച് പിടിച്ചിട്ട് അതിൽ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്നത് ഈ കാസ്റ്റിങ്ങിന് ശേഷമാണ്. അതിനെയാണ് നമ്മൾ പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ് ഇതിനെ ഇങ്ങനെ ഈ ടെൻഡൻ ഇതിലൂടെ കടത്തി വിടാനും അതിനുശേഷം അതിനെ ജാക്ക് ഉപയോഗിച്ച് നല്ല ടെൻസൈലാക്കി വെക്കാനും നമ്മൾ ഇതിലൊരു ഹോൾ പ്രൊവൈഡ് ചെയ്യും കാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെ. അതാണ് പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും. അപ്പോൾ പ്രീ ടെൻഷനിങ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ട സ്ട്രക്ചറൽ എലമെൻറ്റ് സ്മോൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് പ്രീ ടെൻഷനിങ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പ്രീ ടെൻഷനിങ് ചെയ്തിട്ട് നമ്മൾ സൈറ്റിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ ഇൻ കേസ് നമ്മൾ സ്ട്രക്ചർ എലമെൻറ്റ് ഭയങ്കര ഹെവിയാണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ടെൻഷനിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ സൈറ്റിൽ തന്നെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച് അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൽ ഹോളിലൂടെ ടെൻഡനെ കടത്തി വിട്ടിട്ട് അതിന് ടെൻഷൻ കൊടുക്കുന്നത്. പ്രീ സ്ട്രെസ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. പ്രീ ടെൻഷനിങ് ആണെങ്കിൽ അവിടെ പ്രീ സ്ട്രെസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിനും അതുപോലെ തന്നെ ഈ സ്റ്റീൽ ടെൻഡനും തമ്മിലുള്ളൊരു ബോണ്ട് കാരണമാണ് പ്രീ ടെൻഷനിങ്ങിൽ ഈ ഒരു പ്രീ സ്ട്രെസ് ഉണ്ടാവുന്നത്. പോസ്റ്റ് ടെൻഷനിങ്ങിൽ ഈ പ്രീ സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആങ്കറേജ് വഴിയാണ് ഇങ്ങനെയുള്ള പ്രീ സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നത്. പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ സിമിലർ പ്രീകാസ്റ്റഡ് മെമ്പേഴ്സിനാണ് നമ്മൾ പ്രീ ടെൻഷനിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ്, ഈ പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ നമുക്ക് ഒരേപോലത്തതല്ല, സൈറ്റിൽ വേറെ വേറെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ടെൻഷനിങ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രീ ടെൻഷനിങ് മെമ്പേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മോൾഡ്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ടെൻഷനിങ് ആണെങ്കിൽ അത് കേബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ജാക്സും യൂസ് ചെയ്തിട്ടാണ് അതിനെ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീ ടെൻഷനിങ്ങിന് മോൾഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ സിമിലർ ആയിട്ടുള്ള മെമ്പേഴ്സ് യൂസ് ചെയ്യാനാണ് പ്രീ ടെൻഷനിങ് നമുക്ക് ഉപയോഗിക്കുന്നത്. പോസ്റ്റ് ടെൻഷനിങ് അങ്ങനെ പ്രത്യേകിച്ച് മോൾഡൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനാണ് പോസ്റ്റ് ടെൻഷനിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്ട്രെങ്ത് സ്റ്റീലും അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ആദ്യ കാലങ്ങളിൽ ഈ പ്രീ സ്ട്രെസ്സിങ്ങിന് വേണ്ടി നമ്മൾ മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്തത്. അപ്പോൾ മൈൽഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ നമുക്കറിയാം മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 120 Nm/mm² ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ പ്രീ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ലോസ് ഉണ്ടാവും. ആ ലോസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. 100 to 240 Nm/mm² ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഹൈ സ്ട്രെങ്ത് ടെൻസൈൽ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഹൈ ടെൻസൈൽ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ ടെൻസൈൽ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനീഷ്യൽ തന്നെ നമുക്കതിന് ഒരു 1200 to 200 Nm/mm² നമുക്ക് എന്ത് ചെയ്യാം, അതിന് സ്ട്രെസ് കൊടുക്കാൻ പറ്റും. അത്രയും സ്ട്രെസ് അതിന് താങ്ങാൻ പറ്റും. അപ്പോൾ ഹൈ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് എക്സൈറ്റ് എ ഹയർ സ്ട്രെസ് അറ്റ് സോൺ ഓഫ് ആങ്കറേജ്. ഇനീഷ്യലി തന്നെ നമ്മളൊരു നല്ലൊരു സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ആങ്കറേജിലേക്കും നല്ലൊരു ഹയർ സ്ട്രെസ് പാസ് ചെയ്യും. പിന്നെ നമ്മളിത് യൂസ് ആണെങ്കിൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ക്യാൻ ബി റെഡ്യൂസ്. പ്രീ സ്ട്രെസ്സിൻ്റെ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. പിന്നെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് റിസൾട്ട് ഇൻ ഹൈ റെസിസ്റ്റൻസ് ഇൻ ടെൻഷൻ, ഷിയർ, ബോണ്ട് ആൻഡ് ബിയറിംഗ്. ഷിയർ ഫെയിലർ അതുപോലെ ബോണ്ട് ഒക്കെ ആണെങ്കിൽ വളരെ കൂടുതലായിരിക്കും, ബോണ്ട് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും.
പിന്നെ ഹൈ റെസിസ്റ്റൻസ് ഇൻ ടെൻഷൻ വളരെ കുറവും നമ്മൾ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്താൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലെസ് ലയബിൾ ടു ഷ്രിങ്കേജ് ക്രാക്സ്, ഹയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് സ്മോൾ ക്രീപ്പ് സ്ട്രെയിൻ. ഇറ്റ് റെഡ്യൂസ് ദി ലോസ് ഓഫ് പ്രീ സ്ട്രെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ ഷ്രിങ്കേജ് കുറവായിരിക്കും, അതുപോലെ തന്നെ ഷ്രിങ്കേജ് ക്രാക്ക് കുറവായിരിക്കും, പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നല്ല കൂടുതലായിരിക്കും, പിന്നെ ക്രീപ്പ് സ്ട്രെയിൻ എന്തായിരിക്കും കുറവായിരിക്കും. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പ്രീ സ്ട്രെസ്, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് നമുക്ക് കൺസിഡറബിളി റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്. റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ റെഡ്യൂസ് ദി ഡെഡ് വെയ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രീ സ്ട്രെസ് യൂസ് ചെയ്യുക, ഹൈ സ്ട്രെങ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡെഡ് വെയ്റ്റും കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോങ്ങർ സ്പാനാണ് നമുക്ക് 30 to 40 അങ്ങനെ അത്ര മീറ്ററൊക്കെ വരുന്ന ലോങ് സ്പാൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ എക്കണോമിക്കൽ എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ് ആയിരിക്കും. നമ്മൾ ഈ പ്രീ സ്ട്രെസ്സിൽ നമ്മൾ ഹൈ എന്താ പറയുക സ്ട്രെങ്ത്തുള്ള സ്റ്റീലും കോൺക്രീറ്റൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ഇത് കൂടുതലായിരിക്കും, ചിലവ് എന്തായിരിക്കും കൂടുതലായിരിക്കും. പക്ഷേ ലോങ്ങർ സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പ്രീ സ്ട്രെസ് ആയിരിക്കും മോർ എക്കണോമിക്കൽ. കാരണം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് ഒക്കെ നന്നായി റെഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് ഡെഡ് വെയ്റ്റ് ഒക്കെ നമുക്ക് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയുന്നത് M30 ആണ്. പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആയതിനു ശേഷം, സഫീഷ്യൻറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതിനാണ് പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ M30 ഗ്രേഡുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിന് ടെൻഷൻ കൊടുക്കുന്നതിനാണ് പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കേസിൽ നമ്മൾ M40 ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്ഡ് ബീം ക്യാൻ ബി അൺക്രാക്ഡ് അറ്റ് സർവീസ്. ഇപ്പോൾ ഈ സർവീസ് ഇതിൽ ക്രാക്ക് ഒന്നും ഉണ്ടാവുന്നില്ല. പ്രീ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ബീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ നമുക്കറിയാം നമ്മൾ RCC ബീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്രാക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതുപോലെ ഇതിൽ നമുക്ക് നല്ല സ്പാനിൽ കുറേ ലെങ്ത്തുള്ള സ്പാനിലേക്ക് നമ്മൾ പ്രീ സ്ട്രെസ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡെപ്ത് നമുക്ക് കൺസിഡറബിളി കുറയ്ക്കാനും പറ്റും പ്രീ സ്ട്രെസ് യൂസ് ചെയ്താലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ആയിരിക്കും ഈ ഒരു പ്രീ സ്ട്രെസ് യൂസ് ചെയ്താൽ കമ്പയർ ടു RC മെമ്പർ. പിന്നെ അതുപോലെ തന്നെ മോർ എക്കണോമിക്കൽ ഫോർ ലോങ് സ്പാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്കണോമിക്കലായിരിക്കും. പിന്നെ അതുപോലെ സ്യൂട്ടബിൾ ഫോർ പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ടെക്നോളജി ആണ് ആവശ്യമാണ് ഇതിന്. അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽ ടു ബി യൂസ്ഡ്. അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ വർക്ക് ആണെങ്കിൽ ഇത് അൺഎക്കണോമിക്കലായിരിക്കും. നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രീ സ്ട്രെസ്. സ്റ്റേജസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രീ സ്ട്രെസ് കൺസ്ട്രക്ഷൻ്റെ ഓരോ സ്റ്റേജിലും അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ടെൻഷൻ ആവാം, കംപ്രഷൻ ആവാം, ഇതൊന്നും നമ്മൾ അലൗ ചെയ്യുന്ന ലിമിറ്റിനേക്കാളും കൂടുതലാവരുത്. അതുകൊണ്ട് നമ്മൾ ഓരോ ടൈമിലും ഇവിടെ എത്രയാണോ സ്ട്രെസ് ഉണ്ടാവുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ അതിൽ 2 സ്റ്റേജാണ്. അതിലൊന്ന് ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെഡ് ലോഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ലൈവ് ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതാണ് ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് സൂൺ ആഫ്റ്റർ ദി പ്രീ സ്ട്രെസ് ഈസ് അപ്ലൈഡ്. പ്രീ സ്ട്രെസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇനിഷ്യലി ആയിട്ട് ഉണ്ടാകുന്ന ആ സ്റ്റേജിനാണ് ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ് മാത്രമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ ഡെഡ് ലോഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. സർവീസ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ലൈവ് ലോഡും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് അറ്റ് വിച്ച് സ്ട്രക്ചർ ഈസ് യൂസബിൾ. സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ലൈവ് ലോഡും കൂടി വരും. ആ കേസിനാണ് നമ്മൾ സർവീസ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിന് വേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്ന കോഡ് എന്ന് പറഞ്ഞാൽ IS 1343 ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഈ കോഡിലെ ക്ലോസ് 20.3.2 3 ടൈപ്സ് ഓഫ് മെമ്പറിനെ പറ്റിയിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ് ഒന്നും അലൗ ചെയ്യാത്ത മെമ്പർ. നോ ടെൻസൈൽ സ്ട്രെസ് ഈസ് അലൗഡ്. അവിടെ ടെൻസൈൽ സ്ട്രെസ് ഒന്നും അലൗ ചെയ്യുന്നില്ല, ഫുൾ കംപ്രഷൻ മാത്രമാണ്. നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇൻ കംപ്രഷനാണ്. അപ്പോൾ ടെൻസൈലിൽ മാത്രമേ അത് വീക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ് പോലും നമ്മൾ അലൗ ചെയ്യുന്നില്ല. അങ്ങനത്തെ തന്നെയാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ അവിടെ ടെൻഷൻ നമ്മൾ അലൗ ചെയ്യുന്നുണ്ട്, പക്ഷേ ക്രാക്കിംഗ് ഒന്നും അലൗ ചെയ്യുന്നില്ല. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ക്രാക്കിങ്ങും കൂടി അലൗ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് വിടുത്ത്, ആ ക്രാക്ക് എത്രത്തോളം വിടുത്ത് ഉണ്ടാകുന്നുള്ള ലിമിറ്റേഷൻ പറയുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് മെമ്പറാണ് ഈ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് നമ്മൾ പറയുന്നത്. പിന്നെ ഐഡിയൽ കേബിൾ പ്രൊഫൈൽ, നമ്മൾ ഏത് തരത്തിലുള്ള കേബിളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐഡിയൽ കേബിൾ പ്രൊഫൈൽ ഈസ് ദി ഷേപ്പ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ആ ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബീമിൽ വരുന്ന ലോഡിനനുസരിച്ച് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മാറും. അപ്പോൾ ആ മാറുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഏതാണോ ആ ഷേപ്പ്, ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പിലാണ് ഈ കേബിൾ അലൈൻ ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ കേബിൾ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ബീം നോക്കുക, 2 ബീം കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ W എന്ന് പറഞ്ഞിട്ട് സെൻറ്ററിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് താഴെ വരച്ചത്. WL/4 ആയിരിക്കും. മിഡ് സ്പാനിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മിഡ് സ്പാനിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ മൊമെൻറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ WL/4 ആണ്. അത് ട്രയാങ്കുലർ ഷേപ്പിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മുടെ ഈ ടെൻഡൻ്റെ പ്രൊഫൈലും അലൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്, ഐഡിയൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ഇതും അലൈൻ ചെയ്ത് നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിലാണ്, 2 സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമ്മളിവിടെ അലൈൻ ചെയ്തത്. ഇവിടെ ഈ ഒരു ഇ എന്ന് പറയുന്നത് മാക്സിമം. ഇപ്പം നമുക്കറിയാം ഈ ബ്ലൂ കളർ കാണിച്ചതാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ടെൻഡൻ കിടക്കുന്നത്. അതൊരു എസെൻട്രിസിറ്റി അവിടെ പ്രസൻറ്റ് ഉണ്ട്. അപ്പോൾ എസെൻട്രിസിറ്റി ഈസ് മാക്സിമം മറ്റ് സെൻറ്റർ, ആ രീതിയിലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു UDL ആണ്, W എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UDL ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്ക് ഒരു പാരബോളിക് ആയിരിക്കും. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WL²/8. അതെവിടെയാണ് ഉണ്ടാകുന്നത്? സെൻറ്ററിലാണ് മാക്സിമം ഉണ്ടാകുന്നത്. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളവിടെ കേബിൾ അലൈൻ ചെയ്തത്. ഈ കേബിൾ, ഈ റെഡ് കളർ കാണിച്ച കേബിൾ നമ്മൾ ആ പാരബോളിക് ഷേപ്പിൽ തന്നെയാണ് ഇവിടെ അലൈൻ ചെയ്തത്. സെൻറ്ററിൽ തന്നെയാണ് മാക്സിമം എസെൻട്രിസിറ്റി വരുന്നത്. ഈസ് മാക്സിമം മറ്റ് സെൻറ്റർ. ആ ഒരു രീതിയിലാണ് ഐഡിയൽ ഷേപ്പ് എന്ന് പറയുന്നത്, കേബിളിന് വേണ്ടിയുള്ള ഐഡിയൽ ഷേപ്പ്. പിന്നെ നമുക്കറിയാം ഈ ഒരു കേസിൽ ഈ P എന്ന് പറഞ്ഞാൽ പ്രീസ്ട്രെസ് ആണ്, പ്രീസ്ട്രെസ് ഫോഴ്സ് ആണ്. W എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡാണ്. നമ്മൾ ഈ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാഗിങ് മൊമെൻ്റ് ആയിരിക്കും. പിന്നെ ഈ പ്രീസ്ട്രെസ് കാരണം അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും. എന്നാലും ഇത് രണ്ടും എന്താവുള്ളൂ, ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ദ സാഗിങ് മൊമെൻറ്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് ഈസ് നള്ളിഫൈ ബൈ ദി ഹോഗിങ് മൊമെൻറ്റ് ഡ്യൂ ടു പ്രീസ്ട്രെസ്ഡ് ഫോഴ്സ്. അപ്പോൾ പ്രീസ്ട്രെസ്ഡ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഹോഗിങ് മൊമെൻറ്റ് ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന സാഗിങ് മൊമെൻറ്റിനെ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത്, സാഗിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL/4 ആണ്. ഇൻ കേസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്, അത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ WL/4 8 ആണ്, നമുക്ക് WL²/8 ആണെന്ന് നമുക്കറിയാം. WL²/8 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 മൊമെൻറ്റും എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? പ്രീസ്ട്രെസ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ്, പ്രീസ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഹോഗിങ് മൊമെൻറ്റിന് ഈക്വൽ ആണെന്ന് പറയാം. പ്രീസ്ട്രെസ് ഒരു ലോഡ് കാരണമുള്ള മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ P × എസെൻട്രിസിറ്റി, നമ്മൾ സെൻറ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ P × അവിടെയുള്ള എസെൻട്രിസിറ്റി, അപ്പോൾ P × E. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്താ പറയുക, P × E. P എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രീസ്ട്രെസ് ഫോഴ്സ് ഇൻറ്റു സെൻട്രൽ ഉണ്ടാകുന്ന എസെൻട്രിസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻട്രൽ ഉണ്ടാകുന്ന സാഗിങ് മൊമെൻറ്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്ന് പറയാം. The sagging moment due to external load nullified by the hogging moment due to pre-stress force. The moment caused by pre-stress എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോഗിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ P × E. അതിന് നമുക്ക് എന്താ പറയുക, M max ആണ്, മൊമെൻറ്റ് മാക്സിമം മൊമെൻറ്റ്. കാരണം സെൻട്രലായിരിക്കും മാക്സിമം മൊമെൻറ്റ് ഉണ്ടാവുക, കാരണം സെൻട്രലായിരിക്കും മാക്സിമം എസെൻട്രിസിറ്റി ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് കോൺസെൻട്രിക് ടെൻഡൻ വരുന്ന സമയത്ത് ആ ഒരു സെക്ഷനിൽ, ആ ഒരു പ്രീസ്ട്രെസ് ബീമിൻ്റെ സെക്ഷനിൽ എന്തൊക്കെ സ്ട്രെസ്സുകളാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ കോൺസെൻട്രിക് ടെൻഡൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ സെൻട്രോയിഡ് ഓഫ് ദി ടെൻഡൻ പാസസ് ത്രൂ ദി സെൻട്രോയിഡ് ആക്സിസ് ഓഫ് ദി കോൺക്രീറ്റ് സെക്ഷൻ. അപ്പോൾ ഈ റെഡ് കളർ കാണിച്ചിട്ടുള്ളതാണ് കോൺക്രീറ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ആ ഒരു സെൻട്രോയിഡ് തന്നെയാണ് നമ്മൾ ടെൻഡനും പാസ് ചെയ്യുന്നത്. അതിനോടാണ് അതിൻ്റെ കോൺസെൻട്രിക് എന്ന് പറയുന്നത്. അതിലൊരു സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. B വിഡ്ത്തും D ഡെപ്ത്തുള്ളൊരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെയാണ് ആര് പോകുന്നത്, നമ്മുടെ വയർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കേസിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മിഡ് സ്പാൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. മിഡ് സ്പാനിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു P എന്നൊരു ലോഡ് മിഡ് സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ P എന്ന് പറഞ്ഞൊരു ലോഡ് കാരണം അവിടെ എന്ത് ഒരു സ്ട്രെസ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്നത് ഫോഴ്സ് ആയിട്ട് P/A എന്ന് പറയുന്നത് സ്ട്രെസ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. P എന്ന് പറയുന്നത് നമുക്കറിയാം കംപ്രസീവ് ഫോഴ്സ് ആണ്. P എന്ന് പറയുന്നത് ടെൻഡനിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ വാല്യൂ ആണ് P/A എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെസ്സിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. അതുകൊണ്ട് നെഗറ്റീവ് സ്ട്രെസ്സിനെയൊക്കെ ഞാൻ എന്താക്കി എടുക്കണം, ടെൻഷൻസ് എന്നൊക്കെ ഞാൻ എന്താക്കി എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. കംപ്രഷനെ പോസിറ്റീവ് കൊടുത്തത് കൊണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ ഉണ്ടാകുന്നൊരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു W എന്ന ലോഡ് കാരണം ഈ സെൻറ്ററിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റ് കാരണം അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്, ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിനെ നമുക്ക് എന്ത് ചെയ്താൽ M/Z എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, M/I = F/Y = E/R എന്നാണ് ഇക്വേഷൻ. അത് നമുക്ക് M = F × I/Y എന്ന് എഴുതാം.
I/Y എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ്, F ഇൻറ്റു സെഡ് എന്ന് എഴുതാം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ M/Z. ആ രീതിയിൽ നമുക്ക് എന്ത് എഴുതാം, ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം W എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ലോഡ് കാരണം ഈ ഒരു സെൻറ്റർ സെക്ഷനിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ M/Z ആയിരിക്കും. അത് നമുക്കറിയാം സാഗിങ് ആണ്, താഴെ ടെൻഷനും മുകളിൽ കംപ്രഷനുമാണ് എന്ന് നമുക്കറിയാം. ബെൻഡിങ് കാരണം ഉണ്ടാകുന്നതെന്ന് പറയാൻ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ എന്താണ്, ടെൻഷനാണ്, മുകളിൽ കംപ്രഷനാണ്. അപ്പോൾ താഴെ ഭാഗത്ത് ടെൻഷൻ ആയിട്ട് നെഗറ്റീവ് എഴുതി, മുകളിലെ ഭാഗത്ത് കംപ്രഷൻ ആയത് പോസിറ്റീവ് എഴുതി. അപ്പോൾ ഇതിൻ്റെ കൂടി സമ്മായിരിക്കും ഒരു സെൻട്രൽ സെക്ഷനിലുള്ള ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സം എടുക്കുകയാണെങ്കിൽ ടോപ്പിലുള്ള വാല്യൂ എന്ന് പറയുന്നത് P/A + M/Z ആയിരിക്കും. ബോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ P/A - M/Z എന്നായിരിക്കും. അപ്പോൾ ഇനി ഈ IS 1343 ക്ലോസ് 24.3 എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോപ്പിലാണ് മാക്സിമം സ്ട്രെസ് കാണിച്ചത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് P/A + M/Z എന്നാണ്. ആ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പെർമിസിബിൾ സ്ട്രെസ് എന്നാണ് പറയുന്നത്. അതുപോലെ ക്ലോസ് 20.3.2 പ്രകാരം നമ്മൾ മിനിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബോട്ടത്തിലുള്ളത് P/A - M/Z, ആ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഫോർ ടൈപ്പ് 1. നമ്മൾ ടൈപ്പ് 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 ആണെങ്കിൽ അവിടെ ടെൻഷൻ അലോ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് വാല്യൂ, ദാറ്റ് ഷുഡ് ബി എ ഗ്രേറ്റർ ദാൻ 0. അതാണ് മിനിമം സ്ട്രെസ് P/A - M/Z ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഫോർ ടൈപ്പ് 1. ഇത് കോഡിൽ പറഞ്ഞിട്ടുള്ള 2 കണ്ടീഷനാണ്. ഇനി നമുക്ക് എസെൻട്രിക് ടെൻഡൻ്റെ കേസ് നോക്കാം. എസെൻട്രിക് ടെൻഡൻ ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ബീമിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ടെൻഡൻ പോകുന്നത് ഈ റെഡ് കളറിൽ കാണിച്ചതാണ് നമ്മൾ ടെൻഡൻ. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ ടെൻഡൻ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു സെക്ഷണൽ ഫിഗറാണ് ഇവിടെ സൈഡിൽ കാണിച്ചത്. B വിഡ്ത്തും D ഡെപ്തും ഉള്ള ഒരു ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഈ ഒരു കേസിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കാരണം അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ P/A ആണ്. കംപ്രസീവ് ആണ്, പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് കംപ്രസീവ് ആണ്. സോ അവിടെ ഉണ്ടാകുന്ന P/A എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് കാരണം അവിടെ ഈ പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് ഒരു എസെൻട്രിസിറ്റി അതിലാണ് ആക്ട് ചെയ്യുന്നത്, കറക്റ്റ് സെൻറ്ററിലൂടെയല്ല പോകുന്നത്. അതിൻ്റെ എസെൻട്രിസിറ്റി കാരണം അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് കാരണം അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. അത് കാരണം അവിടെ ഒരു സ്ട്രെസ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ P എന്ന ഈ ഒരു എസെൻട്രിക് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് അതെന്തായിരിക്കും, PE എന്ന് പറഞ്ഞിട്ടുള്ള ഹോഗിങ് മൊമെൻറ്റ്. PE എന്ന് പറഞ്ഞാൽ ഹോഗിങ് മൊമെൻറ്റ്, അത് ഡിവൈഡഡ് ബൈ Z സെക്ഷൻ മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാരണമുള്ള സ്ട്രെസ്സ് കിട്ടും. അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് PE/Z, താഴെയും PE/Z. അപ്പോൾ നമുക്കിതൊരു ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സ് കാരണം, പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോഗിങ് മൊമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ താഴെ ആണ് കംപ്രഷൻ, മുകളിലായിരിക്കും എന്ത്, ടെൻഷൻ. നമുക്കറിയാം എക്സ്റ്റേണൽ ലോഡിന് കാരണം ഉണ്ടാകുന്നത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെൻഡൻ കൊടുത്തത്. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണം എന്താണോ ഉണ്ടാകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ടെൻഡൻ കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്റ്റേണലിൻ്റെ നോക്കാം. എക്സ്റ്റേണലിൻ്റെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എക്സ്റ്റേണൽ ലോഡ് കാരണം ഒരു സ്ട്രെസ് ഉണ്ടാവും. ന്യൂട്രൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് എന്തായിരിക്കും, കംപ്രഷൻ ആയിരിക്കും. ആ കംപ്രഷൻ്റെ വാല്യൂ M/Z ആയിരിക്കും. M എന്ന് പറഞ്ഞാൽ ഈ ലോഡ് കാരണം, W എന്ന് പറഞ്ഞാൽ ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ് M എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ നമുക്ക് M-ന് പകരം WL²/8 വെച്ചിട്ട് നമുക്ക് M എന്താണെന്ന് കണ്ടെത്താം. അപ്പോൾ മുകളിൽ കംപ്രഷൻ ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് എഴുതി, താഴെ ടെൻഷൻ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എഴുതി. ഇതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആര് ആക്ട് ചെയ്യുന്നുണ്ടാവുക, പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം മുകളിൽ എന്തായിരിക്കും, ടെൻഷൻ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് PE/Z. താഴെയാണെങ്കിൽ കംപ്രഷൻ ആയിരിക്കും, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ PE/Z. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മുകളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ P/A - PE/Z പ്ലസ് M/Z എന്ന് വരും. ബോട്ടാണെങ്കിൽ P/A പ്ലസ് PE/Z മൈനസ് M/Z എന്ന് വരും. അതാണ് ടോട്ടൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പാരബോളിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരബോളിക് ടെൻഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സെൻട്രൽ എസെൻട്രിസിറ്റി കൂടുതലായിരിക്കും, പിന്നെ സൈഡിലേക്ക് പോകുന്നതോറും എസെൻട്രിസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ സെൻട്രൽ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സിമിലർ ആയിരിക്കും. നേരത്തെ കണ്ടതിൽ മാക്സിമം സ്ട്രെസ് ഉണ്ടായിരുന്നത് സെൻട്രലാണ്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുക. P/A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാവും ഡ്യൂ ടു പ്രീ സ്ട്രെസ്ഡ് ഫോഴ്സ് കാരണം P/A എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും. പിന്നെ PE/Z എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെൻഷൻ ഫോഴ്സ് മുകളിലും
PE/Z എന്ന് പറഞ്ഞ കംപ്രഷൻ ഫോഴ്സ് താഴെ ഉണ്ടാവും. പിന്നെ M/Z എന്ന കംപ്രഷൻ ഫോഴ്സ് മുകളിലും കംപ്രസീവ് സ്ട്രെസ് മുകളിലും M/Z എന്ന് പറഞ്ഞ ടെൻഷൻ സ്ട്രെസ് താഴെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇൻ കേസ് ഓഫ് പാരബോളിക് ടെൻഡൻ ദ സ്ട്രെസ് അറ്റ് സെൻട്രൽ സെക്ഷൻ ഈസ് സെയിം ആസ് സ്ട്രെയിറ്റ് ടെൻഷൻ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ടെൻഡൻ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടെൻഡനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രെയിറ്റ് ടെൻഡൻ്റെ കേസിലാണ് നമ്മൾ ഫസ്റ്റ് നോക്കുക. ആ സ്ട്രെയിറ്റ് ടെൻഡൻ്റെ സെയിം റിസൾട്ട് തന്നെയാണ് നമ്മൾ പാരബോളിക് ടെൻഡൻ കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുക. സെൻട്രൽ സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. പക്ഷെ ബാക്കിയുള്ള സെക്ഷനൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു പാരബോളിക് ആണെങ്കിൽ എടുക്കുന്നത് കൊണ്ട് അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ സ്ട്രെസ്സും കുറഞ്ഞു വരും. മറ്റേ കേസിൽ എന്തായിരുന്നു കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഏത് സെക്ഷൻ എടുത്താലും സെയിം സെൻട്രൽ എന്താണോ സെയിം തന്നെയാണ് കിട്ടുക. പക്ഷെ നമ്മൾ പാരബോളിക് ആണ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സെക്ഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് പോകുന്നവരും കുറഞ്ഞു വരുന്നതുകൊണ്ട് അതിന് ചെറിയൊരു മാറ്റം വരും. ഇൻ കേസ് ഓഫ് പാരബോളിക് ടെൻഡൻ സ്ട്രെസ് അറ്റ് സെൻട്രൽ സെക്ഷൻ ഈസ് സെയിം ആസ് straight tendon, but for all other sections stress is less compared to straight tendon. Parabolic tendon is preferred over straight one. അപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള ഭാഗത്തൊക്കെ സ്ട്രെസ് സ്ട്രെയിറ്റ് ടെൻഡൻ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാരബോളിക് ടെൻഡനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്.